പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് സംഗീത. എൻ്റെ വീട് കൊഴുക്കുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ബൈബിൾ വായനയിലെ രണ്ടാമത്തെ റീഡിംഗ് ആണ് ഞാൻ പങ്കെടുക്കുന്നത്. രണ്ടാമത്തെ റീഡിങ്ങിലാണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ റീഡിങ്ങിലും പങ്കെടുത്തിരുന്നു. ദൈവം ഇന്ന് എനിക്ക് വളരെ വലിയൊരു അനുഭവമാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ഹൃദയ വിചാരങ്ങളെല്ലാം ദൈവം അതാത് സമയത്ത് അറിയുന്നുണ്ടെന്ന് ഇന്ന് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്നത്തെ ഫസ്റ്റ് റീഡിങ്ങിൻ്റെ ടൈമിൽ എൻ്റെ മകനായിരുന്നു വായിക്കേണ്ടത്. അവനായിരുന്നു 10 മണിക്ക് ഞാൻ സമയം കൊടുത്തിരുന്നത്. ഞാൻ എൻ്റെ വായനയ്ക്ക് സമയം കൊടുത്തിരുന്നത് 4 മണിക്കായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഇന്ന് 9:45 കൊന്ത തുടങ്ങും. 10 മണിക്ക് അച്ഛൻ വായിച്ചു തുടങ്ങും. അതിനുശേഷം ഫസ്റ്റ് റീഡറായ അലീനാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അലീന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അതുപോലെ തന്നെ അവനോട് ഞാൻ ഫസ്റ്റത്തെ വായനയാണ് നീ വായിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി എനിക്ക് ആദ്യത്തെ വായന തന്നെ വായിക്കാൻ എനിക്ക് പേടിയാണ്, ഞാൻ ഓൺലൈനായിട്ട് വായിക്കണില്ല, മമ്മിയുടെ വായനയുടെ സമയത്ത് ഞാൻ വായിക്കാം, എൻ്റെ വായനയുടെ സമയത്ത് മമ്മി വായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തെ വായന അച്ഛൻ വായിച്ചതിന് ശേഷം ഞാനാണ് വായിച്ചത്. അങ്ങനെ എൻ്റെ വായനയുടെ സമയത്ത് അവനും വായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ വായനയുടെ സമയം 4 മണിയായിരുന്നു. ആ സമയത്ത് വീണ്ടും ഓൺലൈൻ വായന തന്നെയായിരുന്നു. അപ്പോൾ റോസ് ചേച്ചി വിളിച്ചിട്ട് അലീൻ ഓൺലൈനിൽ വായിക്കില്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി അവന് ഓൺലൈനിൽ വായിക്കാൻ പേടിയാന്ന് പറയണേ, അപ്പോൾ അവ ഓഫ്ലൈനായിട്ട് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, എന്നാൽ അങ്ങനെ വായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വെച്ചിട്ട് വീണ്ടും അവൻ ഓഫ്ലൈനായിട്ട് വായന തുടർന്നു. അവിടെ നിന്നൊരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റോസ് ചേച്ചി എന്നെ വീണ്ടും വിളിച്ചു. സംഗീത, ഇത് നിങ്ങളുടെ എത്രാമത്തെ മകനാണ്, 2ാമത്തെ മകനാണോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതെ ചേച്ചി 2ാമത്തെ മകനാന്ന് പറഞ്ഞു. റോസ് ചേച്ചീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ബൈബിൾ റീഡിങ്ങിലൂടെ. ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. റോസ് ചേച്ചീനെ പറ്റി അറിയുന്നത് ഈ ബൈബിൾ റീഡിങ്ങിലൂടെ മാത്രമാണ്. എനിക്ക് മുൻപ് യാതൊരു വക പരിചയവും റോസ് ചേച്ചി ആയിട്ടില്ല. അപ്പോൾ റോസ് ചേച്ചി ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം ഞാൻ 2ാമത്തെ മകൻ തന്നെയാന്ന് പറഞ്ഞു. അതിനുശേഷം റോസ് ചേച്ചി ചോദിച്ചു, അവനൊരു ഓൾട്ടർ ബോയ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ അതെ, അവനൊരു ഓൾട്ടർ ബോയ് തന്നെയാണ്. പള്ളിയിൽ പോകാറുണ്ട്, ആൾത്താര സംഘത്തിൽ അംഗമാണ്, കുർബാനയൊക്കെ അർപ്പിക്കുന്ന ആളാണ് അവൻ. അപ്പോൾ അതെ, ഓൾട്ടർ ബോയ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി ചോദിച്ചു, ഒരു പുരോഹിതനാവാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞാണോ? എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ വളരെയധികം സങ്കടമാണ് വന്നത്. കാരണം ചെറുപ്പം മുതലേ ഞാനൊരു അച്ഛനാവുള്ളൂ എന്ന് അവൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്. ഞാനൊരു അച്ഛനാവുള്ളൂ കേട്ടോ മമ്മി, ഞാൻ അച്ഛനാവുമെന്ന്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് തമാശയായിട്ട് കരുതാറുണ്ട്. എന്നാലും വലുതാവുമ്പോൾ അവന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു അച്ഛനാവണം എന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ ചേച്ചി എന്നോട് ചോദിക്കുകയാണ്, ഒരു പുരോഹിതനായിരിക്കെ ഈ ഭജനം വായിക്കാൻ നീ എന്തിനാണ് വായിക്കുന്നതെന്ന് ചേച്ചിക്ക് ഒരു വചനം ദൈവം കാണിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നിയത്. ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങളെല്ലാം ഈ കുഞ്ഞിനെ പറ്റിയിട്ട് റോസ് ചേച്ചിക്ക് യാതൊരു വക ഒന്നും അറിയില്ല. റോസ് ചേച്ചിക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് അവനൊരു ഓൾട്ടർ ബോയ് ആണെന്നും അവനുള്ളിൽ ഒരു അച്ഛനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും. അതറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മളുടെ ഓരോ നിമിഷത്തിലും ഈ ബൈബിൾ വായിക്കുന്ന ഈ 84 പേരിലും എനിക്കുണ്ടായ അനുഭവം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ ഈ ബൈബിൾ വായന വെറുതെ ഒരു വായനയല്ല. ദൈവം നമ്മളെ ഇതിൽ വായിക്കുന്ന ഓരോ അംഗത്തെയും നന്നായി കാണുന്നുണ്ടെന്നും അറിയുന്നുണ്ടെന്നും നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളൂ. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ യേശുവിനെ കോടാനുകോടി നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.